വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. കേരളമടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIRന് ഇന്ന് തുടക്കം. ബൂത്ത് തല ഓഫീസർമാർ വീടുകൾ കയറി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്ന പ്രക്രിയ ഡിസംബർ 4 വരെയാണ്. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് 1 മാസം കരട് പട്ടികയ്ക്കുമേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം. 3 മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി 7 പൂർത്തിയാകും. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ചണ്ഡീഗഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR ഇപ്പോൾ നടപ്പാക്കുന്നത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം. ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ഫെമിനിച്ചി ഫാത്തുമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംല ഹംസയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയും മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിച്ചി ഫാത്തുമയെയും തിരഞ്ഞെടുത്തു. പ്രേമലു ആണ് മികച്ച ജനപ്രിയ ചിത്രം. മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദിനെ തിരഞ്ഞെടുത്തു. ഫെമിനിച്ചി ഫാത്തുമ എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. ട്യൂനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം. മഞ്ഞുമൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനം എഴുതിയ റാപ്പർ വേടൻ മികച്ച ഗാനരചനയുള്ള പുരസ്കാരവും നേടി. ശബരിമല കട്ടളപ്പാളി കേസിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നാണ് SIT സംഘം കോടതിയെ അറിയിച്ചത്. കട്ടളപ്പാളികൾ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും പോറ്റി നടത്തിയത് വിശ്വാസവഞ്ചനയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിശു സഹജമായ നിഷ്കളങ്ക കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വസ്തുതാപരമായ ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട്. സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിൻ്റെ കാലത്തിൻ്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EP ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം പ്രകാശനം ചെയ്ത് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തിയടക്കം തുറന്നു പറയുന്നതാണ് CPM നേതാവ് EP ജയരാജൻ്റെ ഇന്നലെ പ്രകാശനം ചെയ്ത ആത്മകഥ ഇതാണെൻ്റെ ജീവിതം എന്ന റിപ്പോർട്ടുകൾ. താൻ പങ്കെടുക്കാത്ത സംസ്ഥാന സെക്രട്ടറിയിലാണ് വിഷയം ആദ്യം ചർച്ച ചെയ്തതെന്നും ഇക്കാര്യത്തിലടക്കം തനിക്ക് നേരത്തോട് പരിഭവമുണ്ടെന്നും തൻ്റെ പ്രയാസം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നതായും EP ജയരാജൻ ആത്മകഥയിൽ കുറിച്ചിട്ടുണ്ട്. കണ്ണൂർ മൊറാഴയിലെ വൈദേകം ആയുർവേദ റിസോർട്ട് വിഭാഗത്തിൽ പാർട്ടി നേതൃത്വത്തോട് അമർഷം പ്രകടിപ്പിച്ചിരുന്നെന്നും ആത്മകഥയിലുണ്ട്. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP ശ്രമിച്ചുവെന്ന് EP ജയരാജൻ്റെ ഇതാണെൻ്റെ ജീവിതം എന്ന ആത്മകഥയിൽ പരാമർശം. BJP നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചുവെന്നും എന്നാൽ അവൻ ഫോണെടുത്തില്ലെന്നും താൻ BJP നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്നും ജയരാജൻ്റെ ആത്മകഥയിൽ പറയുന്നു. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി EP ജയരാജൻ നടത്തിയ പ്രസ്താവനയോട് ആദ്യമായി പ്രതികരിച്ച് DCAV മൗനം ഭീരത്വമല്ലെന്ന് DCAV പറഞ്ഞു. ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാകുന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും DC രവി പറഞ്ഞു. EP ജയരാജൻ്റെ ആത്മകഥ വിവാദങ്ങൾ ആദ്യമായാണ് DC രവി പ്രതികരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച അസാധാരണ നീക്കവുമായി രാജ്ഭവൻ. സാധാരണഗതിയിൽ വിജ്ഞാപനം ഇറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതിനെ മറികടന്നാണ് ഗവർണറുടെ നീക്കം. നിലയ്ക്കൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാക്കാനാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാട്ടുകാർക്കും ശബരിമല തീർത്ഥാടകർക്കും പ്രയോജനം വരത്തക്ക രീതിയിലാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിഭാവന ചെയ്തിരിക്കുന്നത്. ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നവംബർ 4 12 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. NDA പ്രകടന പത്രികയിലേക്ക് യുവാക്കൾ, കർഷകർ, സംരംഭകർ, വിദ്യാർത്ഥികൾ എന്നിങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളിയാവാൻ താൽപ്പര്യമുണ്ടെന്ന് അഭിപ്രായം തേടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളിയിട്ട 19-കാരിയായ പെൺകുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുള്ള ശ്രീകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാണ് മന്ത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വർക്കലയിൽ ട്രെയിൻ യാത്രക്കിടെ ആക്രമണത്തിന് ഇരയായ 19 വയസ്സുകാരിക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ. തലച്ചോറിൽ ക്ഷതമുണ്ടെന്നും കണ്ടെത്തിയെന്നും സർജിക്കൽ ICUവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളതെന്നും വെന്റിലേറ്റർ സഹായം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഡോക്ടർ ജയചന്ദ്രൻ പ്രതികരിച്ചു. ചികിത്സയിൽ തൃപ്തിയില്ലെന്ന് യുവതിയുടെ അമ്മയുടെ പരാമർശത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നതെന്നും എന്തുകൊണ്ട് ആണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ട്രെയിനുകൾ സ്ത്രീ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. ട്രെയിനിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയോടും KC വേണുഗോപാൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം ഉദ്ഘാടനത്തിനിടെ പുഴയിലേക്ക് വീണു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്ക് വാങ്ങിയ വാഹനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതിനിടെയാണ് വാഹനം പുഴയിലേക്ക് വീണത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിരിക്കെ ഇന്നും നാളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയും. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയില്ലാത്തവർക്കാണ് വോട്ട് ചേർക്കാൻ അവസരം ലഭിക്കുക. സപ്ലിമെൻ്ററി പട്ടിക ഈ മാസം 14 പ്രസിദ്ധീകരിക്കും. സ്ഥാനമാറ്റത്തിനും പേര് ഒഴിവാക്കുന്നതിനും അപേക്ഷ നൽകാം. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ 2 ടാക്സി ഡ്രൈവർ പിടിയിൽ. മൂന്നാർ സ്വദേശികളായ വിനായകൻ, വിജയകുമാർ എന്നിവരെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ വീഡിയോയിൽ നിന്ന് ഇവരെ പോലീസ് തിരിച്ചറിയുകയായിരുന്നു. ഈ വീഡിയോ ആണ് പ്രതികളെ തിരിച്ചറിയലിന് നിർണായകമായത്. സംസ്ഥാനത്ത് ആദ്യമായി വന്യമൃഗാക്രമണം ചെറുക്കുന്നതിനായി സ്വന്തം നിലയിൽ പ്രതിരോധ സേനയ്ക്ക് രൂപം നൽകി ആതിരപ്പള്ളി പഞ്ചായത്ത് 710 രൂപ ദിവസ വേതന അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായ 16 പേരെയാണ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചത്. പ്രത്യേക അഭിമുഖം നടത്തി തിരഞ്ഞെടുത്ത ഇവർക്ക് വനം വകുപ്പിൻ്റെ സഹകരണത്തോടെ 15 ദിവസത്തെ പരിശീലനം നൽകിയ ശേഷമാണ് നിയമിച്ചത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് 15 ദിവസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ കേരള സർക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഷാഫി പറമ്പിലിൻ്റെയും കൊടിക്കുന്നിൽ സുരേഷ് MPയുടെയും പരാതികളാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടിയിലേക്ക് കടന്നത്. CPM പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാജിവെച്ചു. CPI വിട്ടുവെന്നും പാർട്ടിയുടെയും AIYFൻ്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിച്ചു. നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഒട്ടനവധി പരാതികൾ CPI സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണെന്നും എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ശ്രീനാദേവി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പുരസ്കാരം കേരളത്തിൽ നിന്ന് 4 പേർക്ക്. CA റാങ്കിലുള്ള ആസാദ് MP, ശിവകുമാർ VR, സുമേഷ് TP, ബിനീഷ് ലാൽ KV എന്നിവർക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം നൽകുന്നത്. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് കൂടി അസ്ഥികൂടം കണ്ടെത്തി. പുരുഷൻ്റെ സംശയിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ തലയൊട്ടി വേർപെട്ട നിലയിലാണ്. സ്റ്റേഷന് തെക്ക് ഭാഗത്തുകൂടി കാടിമൂടി കിടക്കുന്ന റെയിൽവേ ഭൂമിയിലാണ് അസ്ഥികൂടം കണ്ടത്. ലോറി ഡ്രൈവറാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മുണ്ടും ഷർട്ടും ചെരുപ്പും അസ്ഥികൂടത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. ഇതാണ് പുരുഷൻ്റെ ആണെന്ന് സംശയിക്കാൻ കാരണം. മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു. രജതജൂബിലി നിറവിലെത്തിയ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ബോർഡിൻ്റെ അഥവാ കിഫ്ബിയുടെ ആഘോഷപരിപാടിയിൽ ഇന്ന് വൈകിട്ട് 6 നിശാഗന്ധി ആഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സുവനീറും ഇംഗ്ലീഷ് മലയാളം കോഫി ടേബിൾ ബുക്കും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. വിഴിഞ്ഞം കരിച്ചയിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി കിണറ്റിൽ ചാടി ജീവനൊടുക്കി. പുല്ലുവിള കരിച്ചൽ കല്ലുവിള ശാരദാ സ്ഥാനത്തിൽ അർച്ചനേന്ദ്രയാണ് മരിച്ചത്. രക്ഷപ്പെടുത്ത സമിതിക്കിടെ സഹോദരൻ ഭുവനേന്ദ്രനും കിണറ്റിൽ വീണിരുന്നു. ഇയാളെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതിർന്ന പൗരന്മാരെ ഉൾപ്പെട്ട ആളിൽ നിന്ന് 3000 കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഡിജിറ്റൽ അറസ്റ്റ് കേസുകളുടെ വ്യാപ്തിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി സുപ്രീം കോടതി. കർണാടകയിൽ യുവതിക്ക് നേരെ പോലീസ് അതിക്രമം. പശ്ചിമബംഗാൾ സ്വദേശിനിയായ സുന്ദരി ബീവിക്കാണ് പോലീസിൻ്റെ മർദ്ദനം ഏറ്റത്. നഗരത്തിലെ മാലിന്യ സംസ്കരണം കൂടുതൽ ഫലപ്രദമാക്കാൻ പൊതുജനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിക്ക് രൂപം നൽകി ബാംഗ്ലൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.